തുടങ്ങിക്കോളൂ. യെസ്, കേൾക്കണ്ടോ? ശരി. യാ, എന്താണ് വർത്താനം? സുഖം. സുഖം സുഖം. പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ നിരോധിച്ചു എന്ന് കേട്ടു. പോളണ്ട് നിരോധിച്ചു, സെക്കിയയിൽ നിരോധിച്ചു. ആ ശരി, എന്തപ്പോൾ സംഭവിക്കണേ? നമുക്കപ്പോൾ അതിൽ കിടക്കാം. നമ്മളെ നാട്ടിലോട്ടും ഇല്ല, ലോകം മൊത്തം നിരോധിക്കണം എന്നാണ് എൻ്റെ ഒരു നിലപാട്. ശരി, ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ഞാൻ പക്ഷെ ഇത്ര എതിർപ്പുണ്ടായിരുന്നില്ല കേട്ടോ ഇടതിനോട്. നിങ്ങളപ്പം കൂടിയിട്ട് എത്ര എതിർപ്പുണ്ടായത്? ഞാൻ കാരണം പിന്നെ ഇവിടെ വന്നിട്ട് ഓരോ കളികൾ കണ്ടപ്പോഴും കണ്ട അങ്ങനെ പറയും. ശരി, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സാറ്റർഡേ ലൈവ് ഇന്ന് 3ാമത്തെ ലൈവാണ്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻ്ററാക്റ്റീവ് ലൈവാണിന്ന്. അപ്പോൾ നേരെ വാർത്തകളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സൽമാൻ തുടങ്ങിക്കോളൂ. ഇച്ചിരി സൂം ചെയ്തോളാം. സോറി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇസ്രായേൽ വിഷയം തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുക. പിന്നെ യൂറോപ്പ്, US, ഏഷ്യ, ആഫ്രിക്ക, അങ്ങനെ ഇന്ത്യയിലോട്ട് അവസാനം കടന്നെത്തുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, പലസ്തീനിയൻ അതോറിറ്റി സ്റ്റിൽ പേയിങ് ടെറർ സാലറീസ്, സ്റ്റാമർ ടോൾഡ്. നമ്മുടെ വെസ്റ്റ് ബാങ്കിലുള്ള അബ്ബാസിൻ്റെ ഭരണകൂടം, പലസ്തീനിയൻ അതോറിറ്റി, കാലങ്ങളായിട്ട് നമ്മളൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത്, ഇസ്ലാമിക് തീവ്രവാദം എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെയാണ്. അവർ ചെയ്യുന്ന പരിപാടികൾക്കും അവരുടെ തീവ്രവാദ പരിപാടികൾക്കും ബോംബ് വെക്കാനും ആൾക്കാരെ അടുത്ത് പോയി പൊട്ടിത്തെറിക്കാനൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്, കുടുംബത്തിനും പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൈസ കൊടുത്ത് കണ്ടെത്തുകയും അത് ഞങ്ങൾ നിർത്തുമെന്ന് പറഞ്ഞിട്ടാണ് പലസ്തീൻ അതോറിറ്റീനെ പിന്നെ ഗാസ അഗ്രിമെന്റിന്റെ ഭാഗമാക്കി കൊണ്ടുവന്നത്. ഹമാസിന്റെ അത്ര മോശമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അബ്ബാസ് വന്ന് സംസാരിച്ചിരുന്നത്. ഇപ്പൊ പറയണത് ട്രീറ്റി, ഗാസ അഗ്രിമെന്റ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും പലസ്തീൻ അതോറിറ്റി ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ട് തീവ്രവാദം കളിക്കാൻ വേണ്ടി ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ള അറിയിപ്പാണ് വരുന്നത്. അപ്പോൾ അവര് മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്, തക്കിയ കളിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ വാർത്ത. രണ്ടാമത്തത് അവിടെ നിന്ന് തന്നെയുള്ള വാർത്തയാണ്. അതായത് പോലീസ് റെയ്ഡ് ലെഫ്റ്റ് വിങ് ഇവന്റ് ഇൻ ഹൈഫ, ടെൽ ആക്ടിവിസ്റ്റ്സ് ടു റിമൂവ് സൈൻ അർജിങ് ഗാസ പുൾ ഔട്ട്. ഹൈഫയിലുള്ള, അതായത് ഇസ്രായേലിലുള്ള, ഹൈഫ അടുത്ത് തന്നെ തോന്നില്ലേ, ഗാസയ്ക്ക് അടുത്ത് തന്നെ തോന്നില്ല ഹൈഫ? അല്ല, അത് ഓൾമോസ്റ്റ് സെൻട്രൽ ഇസ്രായേലിൽ വരുന്ന. ഓക്കെ, അവിടെ ഒരു ഓർഗനൈസേഷൻ പിന്നെ ലെഫ്റ്റ് വിങ്, അവിടുത്തെ ഇസ്രായേൽ തന്നെയുള്ള ലെഫ്റ്റ് വിങ് അവിടെ ഒരു സമരം നടത്തുന്നു. സമരത്തിൻ്റെ അവിടെ സേവ് ഗാസ, ഇസ്രായേൽ ഷുഡ് ഫുള്ളി പുൾ ഔട്ട് ഓഫ് ഗാസ, IDF ഷുഡ് ഫുള്ളി പുൾ ഔട്ട് ഓഫ് ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് സമരം നടത്തുന്നു. ഇസ്രായേലിൻ്റെ അധികൃതർ അത് തടയുന്നു. അങ്ങനെ ഫുള്ളി പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെപ്പർക്കഷൻസ് എന്താവും എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ഡെമോക്രസി എന്ന് നമ്മൾ പറയാനുള്ള കാരണം, അതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് നമ്മൾ പറയാനുള്ള കാരണം ഇതാണ്. ഇത് വല്ലതും മുസ്ലിം ഭരണകൂടത്തിൽ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ, റഷ്യയിലോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ചൈനയിലൊക്കെ നടക്കുക എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. ഒരു ഡെമോക്രസി, ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള, ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഡെമോക്രസിയിലെ അവിടുത്തെ ഗവൺമെന്റത്തിന് എതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ നടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ ഇതാണ് ഈ ഒരു വാർത്തയുടെ വേറൊരു വശം അതാണ്. പിന്നുള്ളത് അടുത്ത വാർത്ത എന്ന് പറയുന്നത്, മിനസോട്ട യൂണിവേഴ്സിറ്റി വാൺസ് അബൌട്ട് വൈറ്റ്നസ് പാൻഡമിക്. അതായത് US-ലുള്ള മിനസോട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റിയിലെ വലിയ പഠനമാണ്. അതായത് ഇപ്പോൾ സയൻസ് നല്ല പഠനം ഇപ്പോൾ ഇതാണ്. അതായത് വെള്ളക്കാരം എന്ന് പറയുന്നത് ഒരു പാൻഡമിക്കാണ്, കൊറോണ പോലത്തെ ഒരു അസുഖമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഈ മാതിരി ലെവലിലോട്ട് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഈ ബാക്കിയുള്ള അടിച്ചമർത്ത സമുദായം എന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിച്ചിരുത്തിയിട്ട് അടിച്ചമർത്ത സമുദായം ബാക്കിയുള്ള സമുദായക്കാരെ
വെള്ളക്കാരെയും ബാക്കിയുള്ളവരെയും എന്താ പറയുക കൗണ്ടർ റേസിസം അല്ലെങ്കിൽ റിവേഴ്സ് റേസിസം നടക്കുന്ന ലെവലിലോട്ട്, ഇന്ത്യയിലാണെങ്കിൽ റിവേഴ്സ് കാസ്റ്റേഴ്സ് നടക്കുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. ഇതേപോലെ വെള്ളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലോട്ട് US പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ട്രംപിനെ പോലത്തെ ആൾക്കാർ വിജയിച്ച് കയറ്റുന്നത്. വേറെ നിവൃത്തിയില്ലെങ്കിലും ട്രംപ് പിന്നെ കറപ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടൊക്കെ വിജയിച്ച് കയറുന്നത് ഇതുകൊണ്ടാണ്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഉക്രൈൻ ടോപ്പിൾ റഷ്യ ഇൻസ്റ്റെഡ് ഓഫ് കേവിംഗ് ടു ക്രെംലിൻസ് ഡിമാൻഡ്സ് വുഡ് സേവ് യൂറോപ്പ് ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. അത് യൂറോപ്പിലൊരു വാർത്തയാണ്. ഇതിൻ്റെ ഇടയിൽ കയറി വന്നതാണ്. ഇസ്രായേൽ ഗാസേൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ട് പോവാം, ക്ഷമിച്ചേക്കണം. അപ്പോൾ ഇതാണ് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനും ഈ റഷ്യ വാറിൽ സ്റ്റഡി പറയുന്നത്, റൈറ്റ് വിങ് സ്റ്റഡി തന്നെയാണ്, അവരുടെ സ്റ്റഡി പ്രകാരം അവർ പറയുന്നത് റഷ്യ പറയുന്നൊക്കെ കേട്ടിട്ട് യൂറോപ്പ് നിന്ന് കഴിഞ്ഞാൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കണക്കിനുള്ള നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. അവരുടെ സ്പൈ വർക്കിനും കാര്യങ്ങളൊക്കെ കൂട്ടി നിന്ന് കഴിഞ്ഞാൽ ബില്യൺ കണക്കിന് ഡോളേഴ്സിന് നാശനഷ്ടം ഉണ്ടാവാൻ പോകുന്നത്. പകരം നല്ല രീതിയിലുള്ള റഷ്യനെ പ്രതിരോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് യൂറോപ്പിന് നല്ലൊരു മികച്ച ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയിപ്പ് വെക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസും വേറെ പല ജർമ്മനിയും വേറെ പല രാജ്യങ്ങളും പോളണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ മിലിറ്ററിനെ കൂടുതൽ ശക്തമാക്കുന്നു, ഈ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു പറഞ്ഞ റിപ്പോർട്ട് നമ്മൾ ഇതിന് മുന്നേ വായിച്ചിട്ടുണ്ട്. ഇത് ഈ പ്രാവശ്യം ഒന്നും കൂടി വായിക്കുമ്പോൾ പുതിയ കുറച്ച് വാർത്തകളുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വാർത്ത. ഇനി ഇസ്രായേൽ വിഷയം തന്നെയാണ്. മോസ്റ്റ് ലെബനീസ് ഒപ്പോസ്ഡ് വാർ വിത്ത് ഇസ്രായേൽ ഫേവർ ഹെസ്ബുള്ള ഡിസാർമമെന്റ്, ന്യൂ പോൾ ഫൈൻഡ്സ്. ഇതാണ് വേറൊരു വാർത്ത എന്ന് പറയുന്നത്. ലെബനോൺ എന്ന് പറയുന്ന ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യമായിരുന്ന രാജ്യത്തിനെ മുസ്ലിമവൽക്കരിച്ച് ഈ പറഞ്ഞ പോലെ തലവെട്ടലെന്നൊക്കെ ആയിട്ട് മുസ്ലിമവൽക്കരിച്ച ഒരു രാജ്യം. ആ രാജ്യത്തെ ജനങ്ങൾ പിന്നെ അവിടുത്തെ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇസ്രായേലായിട്ട് യുദ്ധം ചെയ്ത് ഇറാൻ്റെ ഒപ്പം നിന്ന് ഇസ്രായേലിൽ യുദ്ധം ചെയ്ത് ഇസ്രായേൽ നശിപ്പിക്കണം എന്നാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ കുറേയൊക്കെ മുസ്ലിങ്ങളായിട്ട് തന്നെയുള്ള ജനങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇസ്രായേലായിട്ട് യുദ്ധം വേണ്ട, ഞങ്ങൾക്ക് ഹിസ്ബുള്ളേനെ അവിടുന്ന് തുരത്തി ഓടിക്കണം എന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അപ്പം പിന്നെ ആർക്കാണ് യുദ്ധം വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. യുദ്ധം വേണ്ടത് ഇസ്ലാമിസ്റ്റുകൾക്കാണ്, കാക്കമാർക്കാണ്, തീവ്രവാദികൾക്കാണ്, ഇറാനാണ് യുദ്ധം വേണ്ടത്. ഈ പറഞ്ഞ പോലെ ഇറാൻ, തുർക്കി, മുസ്ലിം ബ്രദർഹുഡ് ആൾക്കാർക്കാണ് പിന്നെ യുദ്ധം വേണ്ടത്, അല്ലാതെ സാധാരണ മുസ്ലിങ്ങൾക്കോ സാധാരണ ജനങ്ങൾക്കോ അല്ല. ലെബനോനിൽ നിന്ന് വന്നുള്ള റിപ്പോർട്ടാണ്. ഇനി അടുത്ത റിപ്പോർട്ട് ഗാസയിൽ നിന്നിട്ടുള്ളതാണ്. അത് ഈ റിപ്പോർട്ട് പറയുന്നത് പ്രോമിനന്റ് ആന്റി ഹമാസ് മിലിഷ്യ ലീഡർ കിൽഡ് ഇൻ ഗാസ. ഇതൊരു നമ്മുടെ ഈ ഡിസാർമമെന്റ് ഡീലായിട്ട് ഈ ഗാസ അഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇത് പ്രകാരം ഇയാളെ ഈ ഇതൊരു ഭാഗത്തിന്റെ ഗാസേന്റെ ഗവേണൻസിന്റെ ഭാഗമാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു യാസർ അബു ഷബാബിന്. പുള്ളിക്കാരനെ പിന്നെ തൂക്കിന്നാണ് അറിയുന്നത്. പിന്നിൽ ഹമാസ് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പം ഇതാണ് കാണുന്നത്. ഒരു ഭാഗത്തു കൂടി നമ്മൾ പീസ് എഫേർട്ട് നടത്തുമ്പോൾ മറുഭാഗത്തു കൂടി ഹമാസ് ഇതുമ കയറിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ബ്രദർഹുഡും ബാക്കിയുള്ള ഇസ്ലാമിസ്റ്റ് ഡീപ് സ്റ്റേറ്റ് ഇതുമ കയറി കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി റഫ ക്രോസിംഗ് ടു ഓപ്പൺ സൂൺ ടു ലെറ്റ് ഇൻ ടു ഈജിപ്ത്, ഇസ്രായേൽ സേസ്. സൈനിന്റെ സാധനം വന്നിട്ടുണ്ട്, സോറി. ന്യൂസ് ഇതൊക്കെ മുതലാളി സൈനിൻ സാധ്യമാക്കി തരുന്നതായിരിക്കും അധികം വൈകാതെ. റഫ ക്രോസിംഗ് ടു ഓപ്പൺ സൂൺ ടു ലെറ്റ് ഗാസൻസ് ക്രോസ് ഇൻ ടു ഈജിപ്ത്, ഇസ്രായേൽ സേസ്. അപ്പൊ ഇപ്പോഴാണ് പിന്നെ റഫ ക്രോസിംഗ് തുറന്നു കൊടുക്കാൻ ഈജിപ്ത് സമ്മതിക്കുന്നത്. ഈ ഒരു ഗാസ പിന്നെ ഡിസാർമമെന്റ് ഡീലിലെ ഗാസ അഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ. അപ്പൊ ഇത്രയും കാലമായിട്ട് ഈജിപ്ത് അത് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പൊ ബ്ലോക്കേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആണെന്നാണ് ഇവിടെ പലരും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്. സത്യത്തിൽ ബ്ലോക്കേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നത്. ഈജിപ്ത് തന്നെ ഇപ്പോഴാണ് പറയുന്നത് തുറന്നു കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ബ്ലോക്കേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ് ഈജിപ്താണോ എന്നുള്ളതാണ് ചോദ്യം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് തുനീഷ്യൻ ഒപ്പോസിഷൻ ലീഡർ നെജിബ് ചെബി അറസ്റ്റഡ് ഇൻ വൈഡനിങ് ക്രാക്ക് ഡൗൺ. നമ്മുടെ ഈ ഒരു മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന സാധനം മിഡിൽ ഈസ്റ്റിൽ മൊത്തം ഡെമോക്രസി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ ഒരു വിപ്ലവത്തിന്റെ അടിസ്ഥാനത്തിൽ തുടക്കം കുറിച്ച രാജ്യമാണ് തുനീഷ്യ. അവിടെ തന്നെ ആയിരുന്നു ഇത്രയും കാലമായിട്ട് പിന്നെ അറബ് രാജ്യങ്ങളിൽ ഡെമോക്രസി ഉണ്ടാവും, മുസ്ലിങ്ങൾക്ക് ഡെമോക്രസിയിൽ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കാക്കാന്മാരും ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സും കൂടി ഇവിടെ തള്ളി മറിച്ചുകൊണ്ടിരുന്നിരുന്നത്. അവിടെ ഇപ്പൊ വീണ്ടും
പിന്നെ രാജഭരണത്തിലോട്ടും ഡിക്റ്റേറ്റർഷിപ്പിലോട്ടും പോകുന്ന ഒരു സ്വച്ഛാധിപത്യത്തിലോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തുനീഷ്യയിൽ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് താഴെ ഇറങ്ങും എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടിനെ ജയിലിലിടുകയും തൂക്കിലേറ്റുകയും അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക ഒപ്പോസിഷനെ ജയിലിലിടുകയും അവരെ ഇൻകാസറേറ്റ് ചെയ്യുകയും എന്ന ഒരു അവസ്ഥയിലോട്ട് ക്രാക്ക് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറബ് സ്പ്രിങ്ങിന്റെ ഏക ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാണ് തുനീഷ്യ വരെ ഇപ്പൊ താഴോട്ട് വീണ്ടും ഇസ്ലാമിക് ചിന്താഗതിയിലോട്ട് പോകുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ ഈ ചാനലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയാണ് ഇസ്ലാമിന്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. ആ ഒരു ചിന്താഗതിയെ തകർക്കാത്തടത്തോളം കാലം മുസ്ലിങ്ങളെ നന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത്. അത് ഈ തുനീഷ്യയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എക്സാമ്പിൾ. ആകെ ഡെമോക്രസീന്റെ അടിസ്ഥാനത്തിൽ അറബ് സ്പ്രിങ്ങിനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു തുനീഷ്യ. അതുവരെ ഇപ്പോൾ താറുമാറാവുന്ന അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വേറൊരു വാർത്ത. ഇനി വേറൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ബന്ധപ്പെടുത്ത ഒരു സംഭവമാണ്, യൂറോപ്പുള്ളതായിട്ട് ബന്ധമാണ്. അയർലൻഡ് ഈസ് നൗ ലീഡിങ് യൂറോപ്സ് ഹെയ്റ്റ് ഫോർ ഇസ്രായേൽ. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. അയർലൻഡ് ലെഫ്റ്റ് വിങ്ങിന് ഉണ്ടായിട്ടുള്ള ഒരു ബെലിജറൻസ്. ഇപ്പോൾ ഈ ഇസ്രായേലിനെതിരെ പലസ്തീൻ അംഗീകരിക്കുകയും ഇസ്രായേലിനായിട്ട് ഞങ്ങളൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിലോട്ട് വരെ പോകുന്ന ഒരു അവസ്ഥയിലോട്ട് കണ്ടുവരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ, അയർലൻഡ്, സ്പെയിന്, പിന്നെ ഈ പറഞ്ഞതുപോലെ നോർവേ എന്ന് പറയുന്ന 3 രാജ്യങ്ങൾ. ഇതിൽ അയർലൻഡ് അവിടെ ലെഫ്റ്റിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നത്. അതിനപ്പുറം അവിടുത്തെ പ്രസിഡന്റും ലെഫ്റ്റിന്റെ ഒരു പ്രസിഡന്റായി വരുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിയപ്പോൾ അയർലൻഡ് ഇപ്പോൾ വീണ്ടും അവിടെ വോക്കിസം വേറെ ലെവലിലോട്ട് മാറുന്ന അവസ്ഥയിലോട്ട് പോവാണ്. യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോവിഷൻ എന്ന് പറയുന്ന കോൺടെസ്റ്റിൽ പാട്ടൊക്കെ പാടുന്ന ഒരു കോൺടെസ്റ്റ് ആണ്, ഇന്റർനാഷണൽ സാധനം. അവിടെ ഇസ്രായേൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സാധനമാണ്. ഇസ്രായേൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ക്യാൻസൽ കൾച്ചർ പരിപാടികൾ, ലെഫ്റ്റ് ലിബറൽ വോക്സേഴ്സിന്റെ ക്യാൻസൽ കൾച്ചർ പരിപാടികളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് ടർക്കീസ് ഫിഡാൻ ഗാസ ഗവർണൻസ് മസ്റ്റ് പ്രിസീഡ് ഹമാസ് ഡിസാർമമെന്റ് സീസ് ഫയർ ഡീൽ. ഇതാണ് ടർക്കിയുടെ പരിപാടി എന്ന് പറയുന്നത്. വലിയ എന്താ പറയുക പ്രോഗ്രസീവ് മുസ്ലാമിക്ക രാജ്യമാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരെന്നിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഇതിനു മുന്നേ എർദുഗാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലാണ് ഗാസ അഗ്രിമെന്റ് സക്സസ്ഫുൾ ആവാത്തിനുള്ള കാരണമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു വെച്ചു. അതിനുശേഷം എർദുഗാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു വെച്ചു. ഇവരെങ്ങനെയാണ് ഇതിന്റെ ഭാഗമാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. കാരണം ഇവരിപ്പോ പറയണത് ഹമാസ് വെപ്പൺസ് ഒക്കെ താഴെ വെച്ചോട്ടെ, പക്ഷെ ഗാസയിൽ ഭരണം കൈമാറിന് ശേഷം മാത്രം ഹമാസ് താഴെ വെച്ചാൽ മതി വെപ്പൺസ് എന്നാണ് പറയുന്നത്. അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം വെപ്പൺസ് ഹമാസ് ഇപ്പൊ താഴെ വെച്ചിട്ടില്ലെങ്കിൽ തീവ്രവാദി സംഘടനയാണ്, മുസ്ലിം മതയുടെ സംഘടനയാണ്. ഇതേപോലെ ഷബാബിനെ പൂട്ടിയ പോലെ തന്നെ ഏത് ഗവൺമെന്റ് അവിടെ കയറുന്നത്, ഹമാസ് ആ ഗവൺമെന്റിനെ അവിടെ കയറിയിട്ട് വീണ്ടും അവിടെ പോയി വെടിവെച്ച് ഈ പറഞ്ഞ പോലെ വെടിവെച്ചുള്ള പരമ്പരകൾ നടത്തും. എന്നിട്ട് തിരിച്ചടിക്കുമ്പോൾ ഈ പറഞ്ഞ ഇരവാദം മുഴക്കാനായിരിക്കും ഈ പറഞ്ഞ പരിപാടികൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഉറച്ചു പറയുന്നു ഹമാസ് ഡിസാർമെന്റ് ആണ് ഫസ്റ്റ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് എഗ്രിമെന്റ് സക്സസ്ഫുൾ ആവുള്ളൂ, അത് കഴിഞ്ഞിട്ട് എഗ്രിമെന്റ് ഇടാൻ പാടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഗാസയിൽ ഗവൺമെന്റ് വന്നിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അവിടെ കയറിയിട്ടാണ് ഇമാതിരി കുത്തിത്തിരിപ്പ് സംസാരങ്ങൾ മുസ്ലിം മതങ്ങളുടെ കീഴിൽ തുർക്കി വരക കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ സിറിയ ഇപ്പൊ പഴയ സിറിയ അല്ല, പഴയ ജോലാനി ഇപ്പത്തെ ഷാറയല്ല, അല്ല അങ്ങനല്ലേ? അല്ല, ഇപ്പത്തെ ഷാറ പഴയ ജോലാനി അല്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഇവിടെ കുറെ വിടല് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് ഇസ്രായേൽ ഫൈറ്റിംഗ് ഗോസ്റ്റ്സ്, ജെറുസലേം പ്രസിഡന്റ് സേസ് അക്യൂസസ് ജെറുസലേം ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് October 7th. ഇതാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ. അതായത് ഇസ്രായേൽ ഹമാസ് ഒന്നുമില്ല, ഹമാസ് ഒക്കെ താറുമാറായി. ഇപ്പൊ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹമാസിനോടൊന്നും അല്ല. ഇസ്രായേൽ വെറുതെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കിയിട്ട് October 7 എക്സ്ക്യൂസ് ആക്കിയിട്ട് ഗാസക്കാരെ കൊന്നൊടുക്കുകയാണെന്നൊക്കെയാണ് ഇപ്പൊ പഴയ തീവ്രവാദി അല്ല ഇപ്പത്തെ തീവ്രവാദി എന്നൊക്കെ പറയുന്ന ജോലാനിന്റെ ഗവൺമെന്റ് പറയുന്നത്. ഇതാണ് ഇവരുടെ പരിപാടി. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ഇവിടെ അഫ്ഗാനിസ്ഥാനെ നമ്മുടെ ആരിഫ് ഭായി തന്നെ എതിർത്തപ്പോ തന്നെ ഇവിടെ കുറെ പേര് ചാണക്യ തന്ത്രമാണ്, ആരിഫിന് ജിയോ പൊളിറ്റിക്സ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. There should be no negotiation with terrorists.
അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. ടെററിസത്തിനെ തകർക്കുക തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ടെററിസ്റ്റുകളെ തകർക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ അവിടെ നെഗോഷിയേഷൻ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്.